ഇന്നിപ്പോൾ ഇതാ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് വിറകിൻ്റെ അടുത്ത് നാട്ടോ. നമ്മൾ എപ്പോഴും അടുപ്പിൻ്റെ ഇടയിൽ വിറക് സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ എടുക്കേണ്ട സാഹചര്യം വരുള്ളൂ. അപ്പോൾ ഇതാ ഞാനങ്ങനെ വിറകെടുക്കാൻ വന്നതാണ്. ഇപ്പോൾ അതാ അവിടെ ഇരുന്ന് നല്ല വായനയില. ഞാൻ വീഡിയോ എടുക്കണതൊന്നും കണ്ടില്ല. അങ്ങനെ അതാ വിറകെല്ലാം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അടുപ്പൊന്നും തേച്ചേക്കാൻ കേട്ടോ. എല്ലാ ദിവസവും ഫസ്റ്റ് ഒന്ന് അടുപ്പ് തേച്ച് കഴിഞ്ഞിട്ടാണ് വിറക് കത്തിക്കാറ്. ദില്ലു മദ്രസ പോയതാ. ഇപ്പോൾ കൊണ്ടുപോയാക്കി വന്നേരാണ് ഇപ്പോൾ പത്രം വായിക്കാനിരുന്നത്. ഉമ്മ അവിടെ പയം വാട്ടിയെടുക്കുന്ന പണിയിലാണ്. ചായ കുടിക്കാൻ ചോറിനുള്ള വെള്ളം വെച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെപ്പോഴും ചായ കുടിക്കൽ. അപ്പോൾ ഞാൻ ആ പണി എടുക്കുമ്പോഴത്തേക്ക് ഉമ്മ ചായയും റെഡിയാക്കും. അടുപ്പൊക്കെ വൃത്തിയാക്കി ചോറിനുള്ള വെള്ളം വെക്കാൻ നോക്കുമ്പോഴാണ് ബക്കറ്റിലൊരു തുള്ളി വെള്ളമില്ല. അങ്ങനെ എന്താ വെള്ളം മുക്കാൻ വന്നതാണ്. ചെറുപ്പത്തിലൊക്കെ വെള്ളം മുക്കാനാവില്ല, പക്ഷെ അന്ന് വെള്ളം മുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം വെള്ളം മുക്കാനാവും, പക്ഷേ ഇഷ്ടക്കേടുമാണ്. ഇഷ്ടക്കേടെന്ന് പറഞ്ഞാൽ അത് മുക്കിക്കൊണ്ടുവന്ന് അവിടെ വെക്കാനുള്ളൊരു മടിയാണ് കേട്ടോ. ഇക്കനെ അല്ലെങ്കിൽ ഇപ്പനെ കണ്ടാൽ ഓരോങ്ങോട്ടാണ് മുക്കിപ്പിക്കൽ. അങ്ങനെ അടുപ്പ് കത്തിക്കലൊക്കെ കഴിഞ്ഞാൽ ഞാനും ഉമ്മയും കൂടി ചായ കുടിക്കാം കേട്ടോ. യാമി ഇതുവരെ എണീച്ചില്ല. അധിക ദിവസവും നേരത്തെ എണീക്കുന്നതാണ്. ചായ കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ ചോറിനുള്ള വെള്ളം ചൂടായിന്. അപ്പോൾ ഞാൻ അരി കഴുകിയിട്ട് കൊടുക്കാം കേട്ടോ. ആ ടൈമിൽ നമ്മൾ പത്തിരിക്കുള്ള പൊടി വാട്ടിയെടുക്കുന്നുണ്ട്. ആദ്യം ഞങ്ങളിങ്ങനെ തീരുമാനിച്ച് അട ചുട്ടാലോ. അപ്പം അട ചുടാൻ നോക്കുമ്പോൾ ശർക്കര കുറവാണ്. അങ്ങനെ പിന്നെ പത്തിരി തന്നെ ആക്കാൻ വിചാരിച്ച്. ഉമ്മ പൊടി വാട്ടി തണയാൻ വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ആ ഗ്യാസുമ്മൽ ഞാൻ കോഴിമുട്ട കറി വെക്കാൻ നോക്കുകയാണ്. ഇതാകുമ്പോൾ ദില്ലുവിന് സ്കൂളിലേക്കും ഈ കറി തന്നെ മതി. ഞാനിങ്ങനെ വിചാരിക്കും ചോറിന് കൂടെ എങ്ങനെയൊക്കെയല്ലോ ഈ കോഴിമുട്ട കറി കൂട്ടാൻ കഴിയാമെന്ന്. പക്ഷേ ഓക്ക് മുട്ടക്കറി ആയാൽ മതി, ഭയങ്കര ഇഷ്ടമാണ്. അതവിടെ റെഡിയാകാൻ വെച്ചിട്ട് ഞാനെന്താ ദില്ലുവിൻ്റെ മുടി വാരാൻ വന്ന് കേട്ടോ. അടുക്കളത്തെ പണീൻ്റെ കൂടെ തന്നെ ഓള കാര്യങ്ങൾ നോക്കിയാലുള്ളൂ ടൈം ആകുമ്പോഴത്തേക്കും പോകാൻ കഴിയുള്ളൂ. അതിനി തിളച്ച് വരുമ്പോൾ തേങ്ങൻ്റെ അരവ് പാരണം. അപ്പോൾ ഇതിനേക്ക് ഞാൻ ഓള മുടി വാർന്ന് വരാമെന്ന് കരുതി. ഇന്നിപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് മുടി വേറൊരു മോഡലിൽ കെട്ടണം എന്നൊക്കെ. ഞാൻ ഓരോന്നും പറഞ്ഞ് സോപ്പ് ഇട്ടിട്ടാണ് ഇപ്പം ഇങ്ങനെ ആക്കിയെടുത്തത്. അപ്പോൾ ഞാൻ മുട്ടൊക്കെ വെന്ത് റെഡിയായപ്പോൾ ഞാൻ തേങ്ങ പാർന്ന് കൊടുക്കാം കേട്ടോ. കറി ഇവിടുന്ന് ഇറക്കി വെച്ചിട്ട് വേണം പത്തിരി ചുടാൻ തുടങ്ങാൻ. അപ്പോഴത്തേക്കും ഉമ്മ പത്തിരിൻ്റെ കുഴച്ചോറിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കറി ഇറക്കി വെച്ചിട്ട് പിന്നെ പത്തിരിക്കല്ലിൽ വെച്ച് കൊടുത്ത്. പത്തിരി പിന്നെ അമ്മ ചുട്ടോളും. അപ്പത്തിനേക്കും ഞാൻ ദില്ലുവിൻ്റെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കാൻ നിന്ന്. ദില്ലുവിന് പത്തിരി എടുത്ത് കൊടുത്തപ്പോൾ ഓൾ ഇതാ കൊലായിൽ വന്നിരുന്ന് തിന്നാൻ കേട്ടോ. ഞാൻ അവളോട് ഓരോ കാര്യങ്ങളും ചോദിക്കുക, അതിനൊക്കെ തല ആട്ടിട്ട് പറയുക. അതാ തല ഇങ്ങനെ ആട്ടണത്. യാമിൻ്റെ അടുത്ത് ഇക്ക മുറ്റത്തോടെ നടന്നളിക്കുന്നുണ്ട് കേട്ടോ. ദില്ലു സ്കൂളിൽ പോകാനൊക്കെ ആയപ്പോൾ ഓള് ഇറങ്ങി. അടുത്ത വീട്ടിലേക്കാട്ടോ ഓട്ടോ വരാറ്. ഞാനും ഇടയ്ക്ക് പോവലുണ്ടാക്കി കൊടുക്കാൻ. ഇന്നിപ്പോൾ ഇതാ ഓള് ഇക്കനോട് പറയുന്നുണ്ട് ഓട്ടോൻ്റെ അടുത്തേക്ക് ആക്കി കൊണ്ടാപ്പച്ചി വാ എന്നൊക്കെ. ദില്ലുവിനെ ഓട്ടോയിലേക്ക് വിട്ടിട്ടാട്ടോ ഞങ്ങൾ ചായ കുടിക്കൽ. ഇന്നിപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഒന്ന് പുറത്ത് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്, 1-2 ആവശ്യങ്ങൾക്ക്. വണ്ടി വന്നില്ലെന്ന് ഈ ഒറ്റയ്ക്ക് പോയിക്കോന്നും പറഞ്ഞു ഓളെ പറഞ്ഞു വിട്ടിട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനിരുന്നു കേട്ടോ. ഞാൻ പത്തിരി ചുടുമ്പോൾ തന്നെ കൊടുത്തിന് കുറച്ച്. പിന്നെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പെട്ടെന്ന് അതിന് ബാക്കി പണി കഴിക്കലും മാറ്റലും ഒക്കെ.
അങ്ങനെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. ഫസ്റ്റ് തന്നെ പോകാൻ വിചാരിക്കുന്നത് കോളേജിലേക്കാണ് കേട്ടോ. അവിടെ ബറോഡ ബാങ്കിലൊന്ന് പോകണം, എൻ്റെ അക്കൗണ്ട് ഒന്ന് ക്ലോസ് ചെയ്യാൻ. അങ്ങനെ ഞങ്ങളിതാ ബാങ്കിലെത്തിട്ടോ. ഞങ്ങൾ ചെന്നപാടൊന്നും വലിയ തിരക്കില്ലേനി, പിന്നെ ആൾക്കാർ വരാനും തിരക്കൊക്കെ കൂടി. ഇതാ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനുള്ള അപേക്ഷ ഫോം ഫില്ല് ചെയ്യാം കേട്ടോ. ബാങ്കിൽ വന്നതൊക്കെ ക്ലിയർ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. വണ്ടിൻ്റെ ബേക്കിൽ കാണുന്നത് കുറച്ച് അടക്കയാണ്, അമ്മ വിൽക്കാൻ തന്നതേനു. ഇനിയിപ്പം നേരെ അത് വിൽക്കാനാണ് പോകുന്നത്. അടക്കയിൽ ചെറിയ കേടുവന്ന അടക്കകളൊക്കെ പൊട്ടിച്ച് നോക്കിയിട്ട് അതൊക്കെ പുറത്തേക്ക് ഇടുകയാണ് കേട്ടോ. എന്നിട്ടാണ് അവർ തൂക്കുന്നത്. അത് വിറ്റ് നേരെ പോകുന്നത് ചെറുപ്പയിൽ ഇതാ ഡയപ്പറൊക്കെ ഓൺലൈനിൽ വാങ്ങുന്ന അതേ പ്രൈസ് തന്നെ കിട്ടുന്നൊരു സ്പോട്ടുണ്ട് കേട്ടോ. അപ്പോൾ യാമിക്ക് ഡയപ്പർ വാങ്ങാൻ വേണ്ടി വന്നതേനു. അതുമായി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു.